മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം ട്രംപ് ദിനംപ്രതി നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ ഇന്ത്യയെ നാണം കെടുത്തുകയാണ്. ഏതോ വൈരാഗ്യം കൊണ്ട് ചെയ്യുന്നത് പോലെയാണ് അതിനുശേഷമുള്ള ട്രംപിന്റെ ഓരോ പ്രവൃത്തികളും. ട്രംപ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ബഡി ഇലോൺ മസ്കും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയെ നാണം കെടുത്തുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അനധികൃത കുടിയേറ്റക്കാരെ ആനയെ ചങ്ങലക്കിടുന്നത് പോലെ എങ്ങനെയാണ് ചങ്ങല കൊണ്ട് കൂച്ചുവിലങ്ങിടുന്നത് എന്ന് കാണിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്താണ് മാനം കെടുത്തിയിരിക്കുന്നത്. ഇതുവരെ ഒരൊറ്റ ചൈനക്കാരനെയോ പാകിസ്ഥാനിയോ ബംഗ്ലാദേശിയെയോ അഫ്ഗാനിസ്ഥാനിയെയോ ശ്രീലങ്കക്കാരനെയോ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയതിന്റെ പേരിൽ നാട് കടത്തിയിട്ടില്ല. അതുപോലെ ചങ്ങലകൾ കൊണ്ട് ശരീരം മൊത്തം ബന്ധിച്ച് മിലിറ്ററി ഫ്ലൈറ്റിൽ നാട് കടത്തിയത് നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ നാട്ടുകാരെ മാത്രമാണ്. കൊളംബിയക്കാരെയും മെക്സിക്കോക്കാരെയും ഇങ്ങനെ ചങ്ങലയ്ക്ക് ബന്ധിച്ച് മിലിറ്ററി ഫ്ലൈറ്റിൽ കയറ്റിവിടാൻ ആ രാജ്യങ്ങൾ അനുവദിച്ചില്ല. ഞങ്ങളുടെ പൗരന്മാരെ അങ്ങനെ അപമാനിക്കാൻ അമേരിക്കയെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്വന്തം ഫ്ലൈറ്റിൽ മനുഷ്യർക്ക് കൊടുക്കുന്ന മാന്യതയോടെയാണ് അവർ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നത്. ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളോ ജനങ്ങളോ ഒന്നും അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയതിന്റെ പേരിൽ അവരെ ക്രിമിനലുകൾ എന്ന് വിളിക്കുകയോ ഇങ്ങനെ ചങ്ങലക്കിട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ത്യയിലെ മന്ദഭക്തർ മാത്രമാണ് അവരുടെ നോൺ ബയോളജിക്കൽ ദൈവത്തെ ന്യായീകരിക്കുന്നതിനു വേണ്ടി ഇവർ ക്രിമിനലുകളാണ്, അതിനാൽ ഇവരെ ഇങ്ങനെ അപമാനിച്ച് തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത്. നോൺ ബയോളജിക്കൽ ദൈവം ഭരിച്ച് ജീവിക്കാൻ ഗതിയില്ലാത്ത രാജ്യമാക്കി മാറ്റിയതിന്റെ പേരിലാണ് എങ്ങനെയും രക്ഷപ്പെടുന്നതിനു വേണ്ടി ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഇവർ അമേരിക്കയിലേക്ക് കടന്നത്. എന്നാൽ ട്രംപ് നാണം കെടുത്തി ഇങ്ങനെ അയക്കുന്നത് ന്യായീകരിക്കാൻ മറ്റൊരു വഴിയും ഇല്ലാത്തതിനാൽ ഈ പാവങ്ങളെ ക്രിമിനലുകൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് സ്വന്തം രാജ്യത്തെ നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ ഭക്തന്മാർ. എന്നാൽ ഇന്ത്യയെ മൊത്തം കട്ടുമുടിച്ച് ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അത്ര വലിയ സാമ്പത്തിക കുറ്റം ചെയ്ത മൊദാനിയെ ഒരു നാണവുമില്ലാതെ ന്യായീകരിക്കുന്നതിന് അവർക്ക് മടിയുമില്ല. അതുപോലെ ഇന്ത്യയെ നശിപ്പിച്ച് ജനങ്ങളുടെ ജീവിതം സർവ്വ ദുരിതത്തിലാക്കി എല്ലാം മൊദാനിക്ക് ഫ്രീ ആയി കൊടുത്ത നോൺ ബയോളജിക്കൽ ദൈവത്തെയും നിരന്തരം ന്യായീകരിക്കുകയാണ് മന്ദഭക്തർ. ഇപ്പോഴിതാ വൈറ്റ് ഹൗസ് എങ്ങനെയാണ് ആളുകളെ ചങ്ങലക്കിടുന്നത് എന്ന വീഡിയോ പങ്കുവച്ച് ആസ്വദിക്കുകയാണ്. ഓർക്കണം, ആകെ ചങ്ങലക്കിട്ട് കൂച്ചിക്കെട്ടി തീവ്രവാദികളെ പോലെ അയക്കുന്നത് ഇന്ത്യക്കാരെ മാത്രമാണ്. അതിനാൽ ഇത് ഇന്ത്യക്കാരുടെ വീഡിയോ ആണ് എന്ന് ന്യായമായും വിചാരിക്കാം. അതിന്റെ വീഡിയോ ഇതാ കണ്ടുകൊള്ളൂ. ആനയ്ക്കിടുന്നത് പോലെ വലിയ ചങ്ങലയാണ് ഇവരെ ബന്ധിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കൈകളും കാലുകളും അരയും കൂട്ടി ബന്ധിച്ച് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് മിലിറ്ററി ഫ്ലൈറ്റിലേക്ക് കയറ്റിവിടുന്നത്. ഇങ്ങനെ വീഡിയോ പങ്കുവച്ച് മോദിയുടെ നോൺ ബയോളജിക്കൽ ഭരണത്തെ അതിക്രൂരമായി അപമാനിക്കുകയാണ് ട്രംപും വൈറ്റ് ഹൗസും. വൈറ്റ് ഹൗസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചങ്ങലക്കിട്ട് കൂച്ചിക്കെട്ടി അയക്കുന്നത് കാണുമ്പോൾ അവർക്ക് അടക്കാനാവാത്ത അനുഭൂതിയാണ് ഉണ്ടാവുന്നത് എന്നാണ്. അതാണ് ASMR എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. അത് മാത്രവുമല്ല, ഇതേ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇലോൺ മസ്ക് എഴുതിയിരിക്കുന്നത് കണ്ടാൽ സഹിക്കുകയില്ല. അട്ടഹസിച്ചുകൊണ്ട് അതിമനോഹരം അതിഗംഭീരം എന്നുള്ള അർത്ഥത്തിൽ വൗ എന്നാണ് ഇലോൺ മസ്ക് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് മെഡൽ കൊടുക്കണമെന്ന്. അങ്ങനെ ഇവരെ അടച്ചാക്ഷേപിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് ലോകത്തിൽ നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ പ്രജകൾ മാത്രമാണ്. മറ്റ് രാജ്യങ്ങളെല്ലാം ഇതിനെ ശക്തമായി അപലപിക്കുകയും അവരുടെ പൗരന്മാരെ മനുഷ്യത്വപരമായി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് മന്ദഭക്തർ ഇങ്ങനെ ചെയ്യുന്നത്. കാട്ടുകള്ളൻ അദാനിയെ ന്യായീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത ഈ നാണം കെട്ടവർ ഒരിക്കലും വിവേകവും സംസ്കാരവും മനുഷ്യത്വവും ഉള്ളവരായി മാറുകയില്ല. ഈ വീഡിയോ കാണുന്നത് ഇന്ത്യയിലും അമേരിക്കയിലുമുള്ള ജനങ്ങൾ മാത്രമല്ല, ലോകത്തിൽ മൊത്തം ഉള്ളവരാണ് എന്ന് ഓർക്കണം. അങ്ങനെ ലോകത്തിന്റെ മൊത്തം മുൻപിൽ മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യ വെറും ലാഫിംഗ് സ്റ്റോക്കായി മാറിയിരിക്കുകയാണ്. അതേ കാരണത്താലാണ് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം മോദിക്ക് പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നത്. സ്വന്തം ജനങ്ങളുടെ ആത്മാഭിമാനം നശിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലാത്ത ഭരണാധികാരികളെ ആരും ബഹുമാനിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ്.